പേരെടുത്ത തിരക്കഥാകൃത്ത് എന്ന നിലയിൽ നിന്ന് ഒരു സംവിധായകനായപ്പോൾ താങ്കൾ പറഞ്ഞു ഇത് പുറത്തുനിന്ന് കണ്ടതുപോലെ അത്ര വിഷമം പിടിച്ച ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല ഈ സംവിധാനം എന്നത്. അപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ നല്ല തിരക്കഥയും അതുപോലെ നല്ല അഭിനേതാക്കളും ഉണ്ടെങ്കിൽ പിന്നെ ഈ സംവിധാനം അത്ര വലിയ പണിയൊന്നുമല്ലെന്ന്? സംവിധാനം വലിയ പണിയല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സംവിധാനം വലിയ പണി തന്നെയാണ്. സംവിധായകൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഈസ്തറ്റിക്സിനെയാണ്, അയാളുടെ സൗന്ദര്യ സങ്കല്പത്തിനെയോ ബോധത്തിനെയാണ് മറ്റെല്ലാവരും തൃപ്തിപ്പെടുത്തുന്നത്, അല്ലേ? അയാൾ ഓക്കെ എന്ന് പറയുന്നത് അത് കൊണ്ടുവരുന്നൊരു കോസ്റ്റ്യൂം തൊട്ട് ഒരാളുടെ പെർഫോമൻസ് ആയാലും ഒരു ലൊക്കേഷൻ ആയാലും ഒരു ഫ്രെയിം ആയാലും അയാളുടെ സൗന്ദര്യബോധത്തിന് അയാൾ ഓക്കെ എന്ന് പറയുന്ന പൂർണ്ണമായ അയാളുടെ മാത്രമായ സിനിമയാണ്. പക്ഷെ എങ്കിലും ഈ മലയാളത്തിലെ തിരക്കഥാകൃത്തുകൾക്ക് അവരർഹിക്കുന്ന സ്ഥാനം സംവിധായകർ ഉൾപ്പെടെ വകവെച്ച് തന്നിട്ടുണ്ടോ? മുൻപൊരു കാലത്ത് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ശ്രീ എം ടി വാസുദേവനും പത്മരാജനും വന്ന ശേഷമാണ് ശരിക്കും ഇതിൻ്റെ ഒരു, ഓഫ്കോഴ്സ് അതിന് മുമ്പ് തോപ്പിൽ ഭാസിയെ പോലുള്ള എസ് എൽ പുരത്തിനെ പോലുള്ള കെ ടി മുഹമ്മദിനെ പോലുള്ള ആളുകളൊക്കെ സിനിമയിലേക്ക് വരും, അവർക്കൊക്കെ അർഹിക്കുന്ന ഒരു ചെയർ ഇവിടെ ഉണ്ടായിരുന്നു. അവരാരും കൂലി എഴുത്തുകാരായിട്ടൊന്നും അല്ല വന്നത്. പക്ഷേ ശ്രീ എം ടി പത്മരാജന് വന്ന ശേഷം അതൊരു ഈ രണ്ട് പേരായത് സംവിധായകനും തിരക്കഥാകൃത്തും തന്നെയായി മാറി. അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും അവർ തമ്മിലുള്ള ഈ എക്സ്ചേഞ്ചും ഒക്കെ ആയി മാറി ടോട്ടൽ സിനിമ എന്ന് പറയുന്നത്. താങ്കളും ലോഹിതദാസും ഒക്കെ തിരക്കഥാകൃത്തുകൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു വാല്യൂ ശരിക്കും കമാൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മറ്റു പലർക്കും അത് കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമല്ലേ? ശരിക്കും തിരക്കഥാകൃത്തിനെ നിഷേധിക്കേണ്ട കാലമായിരിക്കുന്നു. തിരക്കഥാകൃത്ത് ഒരാൾ ഉണ്ടാവേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് തമിഴ് സിനിമയും മലയാള സിനിമയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇവിടെ ഓരോ സംവിധായകന്റെ കീഴിലും 5-6 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് എൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇവരിൽ പലരും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു തിരക്കഥാകൃത്തിനെ തേടിപ്പോയി ചേട്ടാ എനിക്കൊരു സ്ക്രിപ്റ്റ് തരൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തിൻ്റെ അടുത്ത് പോയിട്ട് ചേട്ടാ എനിക്ക് ഒരു പടം ചെയ്ത് ഡേറ്റ് തരുമെന്ന് ചോദിക്കാം. അതല്ല തമിഴ്നാട്ടിൽ നടക്കുന്നത്. തമിഴ്നാട്ടിലിപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സംവിധായകനൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു 5-6 പേരുണ്ടാവും. ഈ 5-6 പേരെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ കുറച്ച് പ്രതിഫലമൊക്കെ കിട്ടുന്നു. മദ്രാശിയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ഹോട്ടൽ മുറിക്കകത്ത്, ഒരു ലോഡ്ജ് മുറിക്കകത്ത് ആ ഉഷ്ണം സഹിച്ചിട്ട് ഇവർ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് അതിനകത്തൊരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാവും. അവരൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യും. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ അതും കൊണ്ടാണ് ഇവർ പ്രൊഡക്ഷൻ ഹൗസസിൽ തെണ്ടുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ ശങ്കറിനെ പോലെയൊക്കെയുള്ള ഡയറക്ടേഴ്സ് വന്നതാണ് ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നത്. കാരണം ആ വെയിൽ, അതുപോലെ ഒരുപാട് സിനിമകൾ അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം അയാളൊരു അതർവൈസ് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റിനായി മാറിയതുകൊണ്ട് അയാൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പാറ്റേണായി മാറാൻ കഴിയുന്നു. അങ്ങനെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്താണ് വർക്ക് നടക്കുന്നത്. ആ സ്ക്രിപ്റ്റിൽ നിന്നാണ് അടുത്ത ഡെവലപ്മെന്റ് ഉണ്ടാവും. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ പറയുന്ന ഒരു സംവിധായകൻ, നമ്മുടെ ഇവിടുത്തെ പ്രഖ്യാതരായ സംവിധായകർക്കൊക്കെ തന്നെ എന്തായിരിക്കണം എൻ്റെ അടുത്ത സിനിമ എന്ന് അദ്ദേഹമല്ലേ ആദ്യം ചിന്തിക്കേണ്ടത്. അല്ല അത് രഞ്ജിത്ത് എഴുതി ലോഹി എഴുതി കഴിഞ്ഞിട്ട് അത് ചെയ്യാമെന്നല്ല ചിന്തിക്കേണ്ടത്. മലയാളത്തിൽ പല സംവിധായകരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എം ജിയുടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുക. അപ്പൊ എം ജിയുടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മഹാനായ ഒരു ചരിത്രകാരനാകാമായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പരിമിതിയാണ്. അത് വളരെ മോശമാണ്. എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്തിനാണ് എം ടി വാസുദേവന്റെ തിരക്കഥ എന്ന് ആഗ്രഹിക്കുന്നത്? താങ്കൾ എം ജിയുടെ ഒരു സുഹൃത്തല്ലേ? താങ്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ലേ? ഞാൻ സുഹൃത്തല്ല, അതല്ലത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് പറയാൻ. ശിഷ്യനായിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടിരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞത് അതൊരു കൗതുകം തീർച്ചയായിട്ടും തോന്നിയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞത് ഞാനിപ്പോ ഒന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല. മുമ്പായിരുന്നെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ സിനിമയ്ക്ക് പറ്റിയ സാധ്യതകൾ ഞാനിങ്ങനെ ആലോചിച്ച് എടുക്കുമായിരുന്നു, ആരായുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ തോന്നാറില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് മുല്ലശ്ശേരി രാജുവേട്ടൻ്റെ ഭാര്യയുടെ ചേച്ചിയോട് പറഞ്ഞു, എന്തിനാ ഇപ്പം ഞാൻ എഴുതുന്നത്, അയാൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയാമല്ലോ. അല്ല എൻ്റെ കാര്യം വിട്ടേക്കും, ഞാൻ അല്ലാതെ ഞാൻ പറയുന്നത് എം ടി എന്നുള്ള തിരക്കഥ കിട്ടുന്നതല്ല പ്രശ്നം. എൻ്റെ സിനിമ എന്തായിരിക്കും, എനിക്ക് എന്താണ് അടുത്ത സിനിമയുടെ പറയാനുള്ളത് എന്ന് സംവിധായകൻ തന്നെ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. അയാൾക്ക് ഇതിൻ്റെ ഒരു മൊഴി എഴുതാൻ ചിലപ്പോൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷേ ഈ മൊഴി എഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്കൾ തന്നെ ഒരു തിരക്കഥ എഴുതുമ്പോൾ അതിന്റെ വിഷ്വലൈസേഷനും താങ്കളുടെ മനസ്സിലുണ്ടാവില്ലേ? ഞാൻ തിരക്കഥ എഴുതുമ്പോൾ പൂർണ്ണമായി അതിൻ്റെ ഒരു സീൻ ഓർഡർ ഉണ്ടാക്കി അത് സംവിധായകനോട് ചർച്ച ചെയ്ത് അത് അയാൾക്ക് ഓക്കെ ആവും. പിന്നെയാണ് അതിൻ്റെ മൊഴി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു സിനിമ, എൻ്റെ സിനിമ എന്തായിരിക്കണമെന്ന് ആലോചിക്കുന്നവരുടെ ഉള്ളിൽ ഒരു കഥ തെളിയും. ആ കഥയെ എങ്ങനെ പറയണം എന്നുള്ളതും കൂടെ അയാളുടെ ഉള്ളിൽ തെളിയണം. അതല്ലേ വേണ്ടത്. അപ്പോഴൊരു പുതിയ സിനിമ ഉണ്ടാവുന്നുള്ളൂ. താങ്കൾ ഒരു സംവിധായകനേക്കാൾ കൂടുതൽ പ്രതിഫലം ഒരു തിരക്കഥയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൊക്കെ എന്നെക്കാളും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അല്ലേ. സ്വാഭാവികമായും അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ താഴെയായിരിക്കും എൻ്റെ റെമ്യൂണറേഷൻ. പക്ഷെ തിരക്കഥയ്ക്ക് ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ച ആള് താങ്കളാണോ? ഒരിക്കലും ആയിരിക്കില്ല. ഒരുപാട് പേരിവിടെ എത്രയോ അധികം എന്നെക്കാളൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ നിരന്തരം ഹിറ്റ്സ് എഴുതുന്ന എത്രയോ തിരക്കഥാകൃത്തുണ്ടായിട്ടുണ്ട് ഇവിടെ. ഇവരൊക്കെ എന്താണ് റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നത് എനിക്ക് അറിയാത്തടത്തോളം കാലം എനിക്ക് പറയാൻ പറ്റില്ല.